തൃശൂർ കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളോളം പുറമ്പോക്ക് ഭൂമിയിലെ ഒറ്റമുറി വീടുകളിൽ കഴിഞ്ഞവർക്ക് ഇനി സുരക്ഷിത വാസസ്ഥലത്ത് താമസിക്കാം. ഭൂരഹിതരായ 12 കുടുംബങ്ങൾക്ക് നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,55 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽദാനം ഇന്ന് നടക്കും. പരാധീനതകൾക്ക് നടുവിൽ തെരുവിന്റെ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞവർ ഒറ്റമുറി വീട്ടിൽ നിന്നും സുരക്ഷിതമായ ഒരു വാസസ്ഥലത്തിനായി കാലങ്ങളോളം കാത്തിരുന്ന കുടുംബങ്ങൾ. പതിറ്റാണ്ടുകളായി അവർ കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇന്ന്. കാവിൽക്കടവ് ലാൻഡിംഗ് പ്ലേസിലെ പുറമ്പോക്കു ഭൂമിയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെയാണ് ഫ്ളാറ്റുകളിലേക്ക് പുനരധിവസിപ്പിക്കുന്നത്. സമ്പൂർണതയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് 35 ലക്ഷം രൂപ കൂടി കൂടുതലായിട്ട് അനുവദിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ 2 മുറികളും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ ഉൾപ്പെടെ കിച്ചൺ ഉൾപ്പെടെ എല്ലാ നല്ല സൗകര്യങ്ങളോട് കൂടി തന്നെ ഏറ്റവും പാവപ്പെട്ട ജനസമൂഹം ജീവിക്കണം എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MLA വികസന ഫണ്ടിൽ നിന്ന് സർക്കാർ ആ തുക അനുവദിക്കുകയും അത് ഇന്ന് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭൂരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. 2 നിലകളിലായി 12 അപ്പാർട്ട്മെന്റുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 620 ചതുരശ്ര അടി വിസ്തീർണമാണ് ഓരോ അപ്പാർട്ട്മെന്റിനുമുള്ളത്. ഇന്ന് വൈകിട്ട് കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഫ്ളാറ്റ് സമുച്ചയം ഗുണഭോക്താക്കൾക്ക് കൈമാറും. ന്യൂസ് മലയാളം, തൃശൂർ.